ഫ്രണ്ട്സ്, വെൽക്കം ടു എജുബി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നായിരുന്നു നമ്മുടെ RRB NTPC എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC എക്സാം ഷിഫ്റ്റ് 1 അനാലിസിസ് ആണ്. അപ്പോഴത്തേക്കും അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ എത്ര മാർക്കിന് ചോദിച്ചു എന്നതിനെക്കുറിച്ചുള്ള കുറച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സിൽ പെർസെൻറ്റേജ് റേഷ്യോയിൽ നിന്ന് 2 to 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡിവിസിബിലിറ്റി റൂളിനെ പറ്റിയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെൻസുറേഷൻ ജോമെട്രിയിൽ നിന്ന് 3 മാർക്കിനും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 2 മാർക്കിനും പിന്നെ ഓൾജിബ്ര 2 മാർക്കിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ഓൾജിബ്രയിൽ നിന്ന് x+1/x ആ ടൈപ്പിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, പിന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റം അതിൽ നിന്ന് 2 to 3 മാർക്ക്, പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിൻ ബോട്ട് 2 to 3 മാർക്ക്, ആവറേജ് പാർട്ട്ണർഷിപ്പിൽ നിന്ന് 3 മാർക്കിനുണ്ടായിരുന്നു. പക്ഷേ ഈ ആവറേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആയിരുന്നു. ആവറേജിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിപ്പം റീസണിങ്ങിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം ഈസി ആയിരുന്നു. അതായത് 30 അറ്റംപ്റ്റ്സ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാത്സ് ആണെങ്കിൽ ഒരു 28+ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഒരു പഠിച്ച ഒരു കുട്ടിക്ക് 28+ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റീസണിങ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതിന് മുമ്പിൽ ചോദിച്ചിട്ടുള്ള RRB NTPC അതുപോലെ തന്നെ RRB ഗ്രൂപ്പ് D അതിൽ ചോദിച്ചിട്ടുള്ള PYQ പാറ്റേൺ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് റീസണിങ്ങും ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ GK കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രം 9 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ബഡ്ജറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് സർവേ റിപ്പോർട്ട്, ബഡ്ജറ്റും പിന്നെ എക്കണോമിക് സർവേ റിപ്പോർട്ട് ഇതിൽ നിന്ന് മാത്രമായിട്ട് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ നിന്ന് മാത്രമായിട്ട് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് ഇപ്പം ഈ വർഷം കഴിഞ്ഞ ബഡ്ജറ്റല്ല, 2025 ബഡ്ജറ്റിനെ പറ്റിയാണ് അവർ ചോദിച്ചത്. അതുപോലെ ഹിസ്റ്ററിയിൽ നിന്ന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ലേവ് ഡൈനാസ്റ്റിയിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിയിൽ നിന്ന് 3 മാർക്കിനാണ്. അത് 86th അമെൻമെൻറ്റിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 86th അമെൻമെൻറ്റ്. അപ്പോൾ അമെൻമെൻറ്റിനെ പറ്റി കുറച്ചുകൂടി പഠിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ എക്കണോമിക്സിൽ നിന്ന് 2 മാർക്കും ജോഗ്രഫിയിൽ നിന്ന് 1 മാർക്കും കമ്പ്യൂട്ടർ നോക്കുകയാണെങ്കിൽ 3 to 4 മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് കട്ട് കീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് കട്ട് കീസ് പിന്നെ സ്റ്റാറ്റിക് GKന്ന് 2 to 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ കർണാടക ഗവർണർ ആര് പിന്നെ എത്രാമത്തെ ഗവർണർ ആണെന്നൊക്കെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. only 1, only 2, only 3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം മാത്സ് ആണെങ്കിൽ ഈസി, സം കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ റീസണിങ്ങും ഈസി തന്നെയായിരുന്നു. GK ആൻഡ് CA കുറച്ച് മോഡറേറ്റ് ആണ്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ന് നടന്ന ഫസ്റ്റ് ഷിഫ്റ്റ് കുറച്ച് ഈസിയാണ്, ഈസി ടു മോഡറേറ്റ് എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ ഒരു 80 to 85 നമുക്ക് ഒരു ആവറേജ് ആയിട്ട് പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് ഒരു ഗുഡ് അറ്റംപ്റ്റ് ആയിട്ട് ഒരു 80 to 85 വരെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇതൊക്കെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.